ഇതെല്ലാം ഞാൻ അടദോശയ്ക്ക് കുതിർത്താൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. കടലപ്പരിപ്പ്, ചെറുപയർ, കടല, മുതിര ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അരിക്ക് പകരമായിട്ട് ഞാൻ പച്ചരി പിന്നെ ഇഡ്ഡലിയരി അങ്ങനെയൊന്നും ഇടുന്നില്ല. അതിന് പകരമായിട്ട് ചോളം ഇല്ലേ, ചോളം, കുതിരവാലി അരി, പിന്നെ തീന, ഇത് മൂന്നും ഞാൻ കഴുകി തന്നെ വെച്ചേക്കാണ്. ഇതും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യും. പിന്നെ ഉഴുന്നും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മെഷർ ചെയ്ത് ഓരോ കപ്പ് കടലപ്പരിപ്പ്, ചെറുപയർ, മുതിര, ഉഴുന്ന് എല്ലാം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓരോ പാത്രം എല്ലാ ഐറ്റംസും അങ്ങനെ. പിന്നെ ഇതാണെങ്കിലും ചോളം 1 കപ്പ്, കുതിരവാലി അരി 1 കപ്പ്, പിന്നെ തേന 1 കപ്പ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടണം. കുറച്ചധികം തന്നെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉലുവ, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം അല്ലേ, ജീരകം, പിന്നെ ഈ ഉണക്കമുളകും കൂടി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഈ ഉണക്കമുളകും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഇടും. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇതൊക്കെ. ഇന്നലെ നമ്മൾ കുതിർത്തിയതാണ്, നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇന്നലെ തന്നെ അരിയും ഉഴുന്നും ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടി കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അരയ്ക്കാനിടുമ്പോൾ ഇങ്ങനെ ഒന്നിച്ചിടും. അപ്പോൾ അതൊക്കെ നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ആ ഗ്യാപ്പിൽ കുറച്ച് തൈര്, പിന്നെ ഉപ്പ്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് മോരടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. മോര് റെഡിയായി. ഇനി കുറച്ച് ചിയാ സീഡും കൂടി ഇട്ടതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോഴേക്കും ചിയാ സീഡും കൂടി കുതിരും, എന്നിട്ട് കുടിക്കാം. അരി അരഞ്ഞിട്ടുണ്ട്. ഇനി അടദോശയ്ക്കുള്ളത് കൂടി അരക്കാം കേട്ടോ. അടദോശക്കുള്ള അരി കേട്ടോ. ചിയാ സീഡ് ഇട്ട മോരാണ്. ചിയാ സീഡിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാട്ടെ. ചിയാ സീഡിൽ പിന്നെ ഫ്ലാക്സ് സീഡിലൊക്കെ അത് കുതിർത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതികളും ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഇഡ്ഡലി ദോശയുടെ മാവ് ഞാൻ ഫെർമെൻറ്റേഷന് വെച്ചു. ഇനി ഇതൊരു 4-5 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റും. അടദോശയുടെയും കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ഒരു 4 to 5 hours ഞാൻ ഫെർമെൻറ്റേഷൻ വെച്ചതിന് ശേഷം ഒരു 2-3 കണ്ടെയ്നർ ബോക്സുകളായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.